ഈശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഹെലൻ മാത്യു. ഞാൻ വരുന്നത് പാലായിൽ നിന്നാണ്. ജർമ്മനിയിലേക്ക് പോകുമെന്ന ആഗ്രഹമായിട്ടാണ് ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തത്. 2024 ജാനുവരി 26-നാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ 2023 +2 പാസ് ഔട്ടായ വ്യക്തിയാണ്. 2024 ജാനുവരിയിലാണ് എൻ്റെ കോഴ്സ് കഴിയുന്നത്. അതിനുശേഷം ഞാൻ 2024 ഫെബ്രുവരിയിൽ ഗൊയ്ത്തെ ബേസ് ചെയ്താണ് ഞാൻ പഠിച്ചത്. പക്ഷേ ECL എന്ന് പറയുന്നൊരു എക്സാം ഞാൻ ഫെബ്രുവരിയിൽ അറ്റൻഡ് ചെയ്തു. പക്ഷേ റിസൾട്ട് വന്നപ്പം ഫെയിലായിരുന്നു. പക്ഷേ ഒന്നുകൂടെ അറ്റൻഡ് ചെയ്യാമെന്ന് ഓർത്തിട്ട് വീണ്ടും മെയ്യിൽ ഡേറ്റ് എടുത്തു. റിസൾട്ട് വന്നപ്പം എഗെയിൻ ഫെയിലായിരുന്നു. അതിനുശേഷം ഞാൻ എക്സാമിൻ്റെ ഡേറ്റിന് വേണ്ടിയിട്ട് കുറേ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് ഒരു വർഷമായിട്ടും കിട്ടുന്നുണ്ടായില്ല. പിന്നെ 2024 ലാസ്റ്റ് നവംബർ ആ ഒരു സമയത്താണ് പിന്നെ എനിക്ക് ഗൊയ്ത്തെ ബേസ് ചെയ്ത് എനിക്ക് ഡേറ്റ് കിട്ടുന്നത്. പക്ഷേ എക്സാം അറ്റൻഡ് ചെയ്തു, അതിനും എനിക്ക് പാസ്സാവാൻ പറ്റിയില്ല. കാരണം ഉടമ്പടി ഞാൻ നല്ല രീതിക്ക് ഉഴപ്പുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് മാർച്ചിൽ 4 മൊഡ്യൂളിനും ഡേറ്റ് എടുത്തു. പക്ഷേ എനിക്ക് എല്ലാം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു എക്സാമിന് വന്നത്. ഉടമ്പടി തൈലവും കാര്യങ്ങളുമൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്നു. പക്ഷേ വിശ്വാസത്തോടെ ആയിരുന്നില്ല. അങ്ങനെ റിസൾട്ട് വന്നു. എനിക്കെല്ലാം അറിയാവുന്ന ആൻസേഴ്സ് തന്നെ ആയിരുന്നു എഴുതിയിരുന്നത്. പക്ഷേ റിസൾട്ട് വന്നപ്പം എഴുതിയ എല്ലാ മൊഡ്യൂളിലും ഞാൻ ഫെയിലായി. അതിനുശേഷം എനിക്ക് മനസ്സിലായി ഇത് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്ന് മനസ്സിലായി. ജർമ്മൻ ക്വിറ്റ് ചെയ്യാമെന്നുള്ള ഇതിൽ വന്നപ്പോൾ ഒന്നുകൂടെ എൻ്റെ മനസ്സ് പറഞ്ഞു ഒന്നുകൂടെ എക്സാം എഴുതാം എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ജൂണിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വന്നു. അച്ഛൻ ബ്ലെസ് ചെയ്തു. അതിനുശേഷം ഞാൻ എക്സാം എഴുതി. എനിക്ക് 1.5 വർഷത്തിന് ശേഷം ഒരു മൊഡ്യൂള് പാസ്സാവാൻ പറ്റി. അതിനുശേഷം എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചേച്ചി ജർമ്മനിക്ക് പോയി 2 മൊഡ്യൂൾ വെച്ച്. അപ്പം ആ ചേച്ചി പറഞ്ഞു, എടി നീ ഒരു മൊഡ്യൂൾ വെച്ചിട്ട് ഈ ചേച്ചി പോയ ഏജൻസിയിലൊന്ന് ചോദിച്ച് നോക്ക്, ചിലപ്പോൾ അവർ ചെയ്യാൻ പറ്റുമെന്ന് പറയും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഒരു മൊഡ്യൂൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞ ഏജൻറ്റ് ഫീസ് എനിക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. അപ്പം അതുകൊണ്ട് അതെന്തായാലും അതുവഴി പോകാൻ പറ്റത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതിനുശേഷം ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ എംപ്ലോയർ ഡയറക്റ്റ് നെക്സ്റ്റ് ഇയറിലേക്ക് ഈ കോഴ്സിന് വേണ്ടിയിട്ട് ആൾക്കാരെ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്തു. ഞാനും ചേച്ചിയുടെ ഒരു കസിനും വേറെ 2 കുട്ടികളൂടെ അപ്ലൈ ചെയ്തു. എല്ലാവർക്കും റിപ്ലൈ മെയിൽ വന്നു. പക്ഷേ എനിക്ക് മാത്രം റിപ്ലൈ മെയിൽ വന്നില്ല. അവർക്ക് ഇൻ്റർവ്യൂവിനും ഡേറ്റ് കൊടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തുണ്ടായില്ല. ഞാൻ എന്നിട്ട് ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു. ജർമ്മനിക്ക് പോകാനുള്ള തടസ്സം എന്ന് പറഞ്ഞ് അച്ഛനെ കണ്ടു. അച്ഛൻ ബ്ലെസ് ചെയ്തു. അച്ഛൻ പറഞ്ഞു എല്ലാം ശരിയാവൂടി മോളെ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അതിന് ശേഷം ആ ഒരു വിശ്വാസത്തിൽ ഇവിടുന്ന് ഇറങ്ങി. അതിനുശേഷം എനിക്ക് 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടി നിനക്ക് ഇൻ്റർവ്യൂ പോലും ഇല്ലായിരുന്നു, പക്ഷേ നിൻ്റെ കോൺട്രാക്റ്റ് ആൾ അയച്ചിട്ടുണ്ട്, അത് 1 മാസത്തിനുള്ളിൽ നിനക്ക് കൈ കിട്ടും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ 1 മാസത്തിന് ശേഷം എല്ലാവരെക്കാളും മുന്നേ കോൺട്രാക്റ്റ് എനിക്ക് കിട്ടി. അതിനുശേഷം അവർ പറഞ്ഞു കുറച്ചും കൂടെ മൊഡ്യൂൾസ് എഴുതി എടുക്കണം, ഈ ഒരു മൊഡ്യൂൾ വെച്ച് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ വീണ്ടും എക്സാമിന് ഡേറ്റ് എടുത്തു. അച്ഛനെ വന്ന് കണ്ടു, പ്രാർത്ഥിച്ചു. അച്ഛൻ ബ്ലെസ് ചെയ്തു. അച്ഛൻ എല്ലാവരോടും പറയുന്ന പോലെ എൻ്റെ അടുത്തും പറഞ്ഞു പോയി വിജയിച്ചിട്ട് വരാൻ പറഞ്ഞു. അതേ മുണക്ക് തന്നെ റിസൾട്ട് വന്നപ്പം ഞാൻ പാസ്സായി. അതിനുശേഷം വലിയൊരു തടസ്സമായിരുന്നു അക്കോമഡേഷൻ. നമുക്ക് അക്കോമഡേഷൻ എടുക്കാമെന്ന് പറഞ്ഞത് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. അപ്പം എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അപ്പം ഞാനൊരു ഏജൻറ്റിനെ കോണ്ടാക്റ്റ് ചെയ്തു. ആ ഏജൻറ്റ് പറഞ്ഞു നമുക്ക് അക്കോമഡേഷൻ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം പക്ഷേ അവർ പറയുന്നത് ഞാൻ മെയ് ലാസ്റ്റാണ് അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തത്. അപ്പോൾ അവർ പറഞ്ഞു
എനിക്ക് ഓഗസ്റ്റ് 1-ലാണ് കോൺട്രാക്റ്റിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ജൂണിലെയും ജൂലൈയിലെയും കോൺട്രാക്റ്റും അതുപോലെ റെൻറ്റും അതേപോലെ തന്നെ അതിൻ്റെ ഡെപ്പോസിറ്റും 1,50,000 മേലെ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം അത്രയും പൈസ അഫോർഡ് ചെയ്യാൻ നമുക്ക് ഉണ്ടായിരുന്നില്ല. ആരും നമ്മളെ സഹായിക്കാനും ഉണ്ടായില്ല. ബാങ്ക് മൊത്തം കയറി ഇറങ്ങി. അതിനുശേഷം ഒരു ലോണും പാസ്സായില്ല. ലാസ്റ്റ് ഒരു ബാങ്കുകാർ ലോൺ തരാമെന്ന് പറഞ്ഞു. അവസാനം വരെ കൊണ്ടെത്തിച്ചിട്ട് അവർക്കും ഇത് തരാൻ പറ്റത്തില്ല. കാരണം ജർമ്മനി ആയതുകൊണ്ട് ഫ്രീ എഡ്യൂക്കേഷൻ ആയതുകൊണ്ടും ഇങ്ങനെ ഒരു കാര്യം അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെയധികം വിഷമിച്ചു. ആരും സഹായിക്കാനില്ല. നമുക്ക് കോൺട്രാക്റ്റും കിട്ടി, ഇനി ഇങ്ങനൊരു അവസരം ഇനി കിട്ടിയെന്ന് വരത്തില്ല. അപ്പം മാതാവിൻ്റെ അടുത്ത് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷെ എന്നിരുന്നാൽ പോലും അവരുടെ അടുത്ത് പറഞ്ഞു നമുക്കത് പറ്റത്തില്ലെന്ന് പറഞ്ഞ് അത് ക്യാൻസൽ ചെയ്തു ആ അക്കോമഡേഷൻ. അതിനുശേഷം വേറൊരു ഏജൻറ്റിൻ്റെ കൊടുത്തു. ആൾ ഒരു അക്കോമഡേഷൻ കണ്ടുപിടിച്ച് തന്നു. അത് നമ്മുടെ ഇവിടുത്തെ ഓഗസ്റ്റ് മാസത്തിലെ റെൻറ്റ് മാത്രം കൊടുത്താൽ മതി. അത് ഇവിടുത്തെ ഡെപ്പോസിറ്റും റെൻറ്റും കൂടെ 83,710 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. നമുക്ക് പൈസ ഒട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി എൻ്റെ അമ്മയുടെ ചേച്ചി ഞങ്ങളെ സഹായിച്ചു. ആ പൈസ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റി. ഇതിന് മുന്നേ തന്നെ 2 പ്രാവശ്യം ഞാൻ വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിരുന്നു. കാരണം പൈസ ശരിയാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ 2 തവണ ഞാൻ വിസയ്ക്ക് ഡേറ്റ് എടുത്തു. 2 പ്രാവശ്യവും എനിക്ക് വിസയ്ക്ക് ഡേറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കാരണം അക്കോമഡേഷൻ്റെ പേപ്പർ ഇല്ലാത്തത് കൊണ്ട്. അതിനുശേഷം ഈ റെൻറ്റ് കൊടുത്തു. അത് അവർ 2 ദിവസത്തിനുള്ളിൽ പറഞ്ഞു. വിസയ്ക്ക് വെച്ചതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ അക്കോമഡേഷൻ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുവാണ്. ജർമ്മനിയിലുള്ള ഒരാൾക്ക് തന്നെ ഞങ്ങൾ ഈ അക്കോമഡേഷൻ കൊടുത്തു. എനിക്ക് തരാൻ പറ്റത്തില്ല, എനിക്ക് അവിടെ താമസിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ഞാൻ വിസയ്ക്കും വെച്ചു ആ അക്കോമഡേഷൻ വെച്ചിട്ട്. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അതിനുശേഷം എൻ്റെ ഏജൻറ്റ് എൻ്റെ കോൺട്രാക്റ്റിൽ നിന്ന് ഡയറക്റ്റ് എൻ്റെ എംപ്ലോയറെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. ഇങ്ങനെ അവർ പൈസ അവർ വെച്ചിരിക്കുകയാണ്, എനിക്ക് അക്കോമഡേഷൻ അവർ ക്യാൻസലും ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാൽ പോലും ദൈവസഹായത്തിൽ ഞാൻ കൊടുത്ത പൈസ എനിക്ക് അവർ റീഫണ്ട് ചെയ്തു. അതേപോലെ തന്നെ മാതാവിൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ എംപ്ലോയർ തന്നെ എനിക്ക് കുറഞ്ഞ റെൻറ്റിൽ ഒരു വീട് ഏർപ്പാട് ചെയ്ത് തന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടി എനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസയ്ക്ക് ഓൾറെഡി വെച്ചിരുന്നു. അപ്പോൾ അത് ക്യാൻസൽ ആവാൻ സാധ്യതയുള്ളൂ. കാരണം ഓൾറെഡി അവർ ക്യാൻസൽ ചെയ്തു അക്കോമഡേഷൻ. പിന്നെ വിസ വരാൻ ഭയങ്കരമായിട്ടും ലേറ്റായി. കാരണം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ 1 വീക്ക് 2 വീക്ക് കൊണ്ടൊക്കെ, എൻ്റെ ഫ്രണ്ട്സ് കൂടെ വരാതിരുന്ന ഫ്രണ്ട്സിന് 1 വീക്ക് കൊണ്ട് 2 വീക്ക് കൊണ്ടൊക്കെ വിസ വന്നു. കൊച്ചിയിൽ വിസയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലാഗാന്ന് പറഞ്ഞതുകൊണ്ട് ബാംഗ്ലൂരാണ് വിസയ്ക്ക് വെച്ചത്. അപ്പം റിജക്ഷൻ ആണെങ്കിൽ കൂടി നമുക്ക് ഒന്നുകൂടെ വെക്കാം എന്നുള്ള ഇതിൽ ഇരുന്നു. പക്ഷേ 30 ദിവസമായിട്ടും എൻ്റെ വിസ വന്നിട്ടുണ്ടായില്ല. എന്നിട്ട് ഞാനിവിടെ 12-ാം തീയതി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എനിക്കത് റിജക്ഷൻ ആണോ എന്ന് പോലും അറിയത്തില്ല. എനിക്ക് ഓഗസ്റ്റ് 1-ന് ക്ലാസ്സും തുടങ്ങി. ഇനിയെങ്കിലും പോയില്ലെങ്കിൽ അവരെൻ്റെ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യും. എനിക്കിനിയും ടൈം ഇല്ലയെന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു. കാരണം ഓൾറെഡി ഞാൻ +2 കഴിഞ്ഞിട്ട് 3 വർഷത്തോളമായി. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് 12-ാം തീയതി വന്നിട്ട് പ്രാർത്ഥിച്ചു. 14-ാം തീയതി എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് കാണിച്ചു തരണമേന്ന് പ്രാർത്ഥിച്ചു. ഞാൻ 14-ാം തീയതി രാവിലെ കുർബാന കഴിഞ്ഞിട്ട് നൊവേന കൂടി ഇറങ്ങിക്കഴിഞ്ഞപ്പം എൻ്റെ ഫോണിൽ അവർ മെയിൽ ചെയ്തു, എൻ്റെ വിസ അവിടുന്ന് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഇവിടെ 12-ാം തീയതി വന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഇവിടെ ഫ്രണ്ടിലെ മാതാവിൻ്റെ രൂപത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് 17 എന്നൊരു പറയുന്ന സംഖ്യ എൻ്റെ മനസ്സിലിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ഡേറ്റ് അതല്ലല്ലോ, 14 എന്നാണല്ലോ ഒരു ഇത്. ഞാൻ അവിടുന്ന് പോന്നു. പക്ഷേ എനിക്ക് 17-ാം തീയതി എനിക്ക് ഡിസ്പാച്ച്ഡ് മെയിൽ വന്നു. അതിനുശേഷം 17-ാം തീയതി വിസ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് എന്നെ അവിടുന്ന് വിളിച്ചു കൊറിയർ സെൻറ്ററിൽ നിന്ന്. അപ്പം ഞാൻ മാതാവിനൊരു വാക്ക് കൊടുത്തിരുന്നു, മാതാവേ ഞാനാണെങ്കിൽ വിസ സെൻറ്ററിൽ നിന്ന് അവിടെ വെച്ച് ഞാൻ എന്തായാലും ഞാൻ തുറന്ന് നോക്കത്തില്ല. ഒരു ചാപ്പലുണ്ട്, അവിടെ വന്ന് മാതാവിൻ്റെ സന്നിധിയിലിരുന്ന് മാത്രമേ ഞാൻ എൻ്റെ വിസ തുറന്നു നോക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് കൊറിയർ ഓഫീസിൽ നിന്ന് ചാപ്പൽ വരെ നടന്നു വന്നു. എൻ്റെ മനസ്സിൽ മൊത്തം ഭയങ്കര വേദനയാണ്. റിജക്ഷൻ ആയിരിക്കുമോ എന്ന് ഓർത്തിട്ട്. പക്ഷേ മാതാവ് ഇത്രയും അടയാളങ്ങൾ കാണിച്ചെന്ന സ്ഥിതിക്ക് ഒരിക്കലും റിജക്ഷൻ ആവത്തില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്.
അതിനുശേഷം ഞാൻ ചാപ്പലിൽ വന്ന് മാതാവിൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ വിസ, എൻ്റെ കവർ തുറന്നു നോക്കി എൻ്റെ വിസ അടിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ 3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ ഈ ഓഗസ്റ്റ് 21 ജർമ്മനിയിലേക്ക് പോവുകയാണ്. കാരുണ്യപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റഡി സംബന്ധിച്ച് എന്ത് ഡൗട്ട് എൻ്റെ അടുത്ത് ചോദിച്ചാലും ഞാൻ അവർക്ക് എൻ്റേതായ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ക്ലിയർ ചെയ്യും. അതേപോലെ തന്നെ എന്നോട് ആരെങ്കിലും ഇപ്പം കൈ നീട്ടുന്നുണ്ടെങ്കിൽ, പൈസ വെച്ച് കൈ നീട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഫുഡില്ലാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് എല്ലാ മാസവും പത്രം വാങ്ങിച്ച് റോഡ് സൈഡിലും അല്ലാതെ ബസ്സിലിരിക്കുമ്പോഴും അല്ലാതെ ഇപ്പം ആരെയൊക്കെ കണ്ടാലും അവരെ പറ്റി, മാതാവിനെ പറ്റി മാക്സിമം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും ഞാൻ ചാപ്പലിൽ പോയിട്ട് അരമണിക്കൂർ ബൈബിൾ വായിക്കും. അതേപോലെ തന്നെ കൊന്ത ചൊല്ലും. സോഷ്യൽ മീഡിയ യൂസേജൊക്കെ കുറച്ചിട്ട് കൂടുതലും കൊന്ത ചെല്ലാനും ബൈബിൾ വായിക്കാനും മാതാവിനോടും ദൈവത്തോടും കൂടുതൽ അടുക്കാനായിട്ടുള്ള വഴികൾ ഞാൻ കണ്ടെത്താറുണ്ട്. അതിന് ഫലമായിട്ടാണ് ഇപ്പം മാതാവ് എനിക്ക് ഇത്രയും വലിയൊരു സക്സസ് തന്നത്. ഇനിയും കാലങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് ഓർത്തിരുന്ന ഒരു കാര്യമാണ് ഇത്. പക്ഷെ എന്നിരുന്നാൽ കൂടി മാതാവ് ഇത്രയും പെട്ടെന്ന് എനിക്ക് സാധിച്ചു തന്നു. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. താങ്ക് യു. വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം തിരുവചനം. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലാക്കിയിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മരണം വരെ വിശ്വസ്തരായിരിക്കുക. ജീവൻ്റെ കിരീടം ഞാൻ നിനക്ക് നൽകും. ഹെലൻ എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നിന്നും വലിയൊരു പരീക്ഷണ കാലഘട്ടമായിരുന്നു ഈ മകൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ട് ജർമ്മനിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് 3 വർഷക്കാലത്തെ ഒരു നീണ്ട കാത്തിരിപ്പാണ്. അവിടെയൊന്നും ഈ മകൾ പ്രത്യാശ കൈവിടാതെ വളരെ വിശ്വസ്തയോടുകൂടി ഈശോയെ സ്നേഹിച്ചു. പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥ അപേക്ഷിച്ചു. മകൾക്ക് വളരെ കൃത്യമായി പറയാം, ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ളതാണ്. ഈശോ കൊടുത്തതിന് ശേഷം നൽകിയിരിക്കുന്നത് ഓരോ തവണയും ഈ മകൾ വന്ന് ഓരോ പ്രോസസ്സിലും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ചതിന് ശേഷമാണ് മകൾ പോയി ഓരോ പ്രോസസ്സും കണ്ടിന്യൂ ചെയ്തത്. മോശയോട് പറഞ്ഞതുപോലെ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിനക്ക് പറഞ്ഞു തരും. അങ്ങനെ ഓരോ സ്റ്റെപ്പും ഈശോ തന്നെയാണ് ഈ മകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഒരു സുഹൃത്ത് ചേച്ചി വഴി ഈ മകൾക്ക് ഒരു പുതിയ വഴി തുറന്നു കിട്ടി എന്ന് ഇവിടെ ഏറ്റുപറയുകയുണ്ടായി. നമ്മുടെ എല്ലാ അസ്വസ്ഥതകളിലും പരിശുദ്ധ അമ്മ തന്നെ നമ്മോട് കൂടെ സഞ്ചരിക്കുന്ന ഒരു അനുഭവമാണ്. നമ്മുടെ കൂട്ടത്തിലേക്ക് ആരെങ്കിലും വരിക, അപ്രതീക്ഷിതമായി ആരെങ്കിലുമൊക്കെ നമ്മെ സഹായിക്കാൻ വരുന്നതൊക്കെ പരിശുദ്ധ അമ്മ തന്നെയാണെന്ന് നമുക്ക് അത് പാതി വഴിയിൽ വിട്ടു പോകുന്നതല്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും അവസാനിക്കുന്നതുവരെ അമ്മ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ജനങ്ങൾ തന്നെ പരിശുദ്ധ അമ്മയെ ഇപ്പോൾ സഞ്ചാരി മാതാവ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ വീട്ടിലും അകത്തും പുറത്തും നമ്മുടെ ജോലി സ്ഥലങ്ങളിലും നമ്മുടെ യാത്രയിലുമെല്ലാം പരിശുദ്ധ അമ്മ നമ്മോട് കൂടെയുണ്ടെന്നാണ് ഈ ഓരോ സാക്ഷ്യങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ പോലുമില്ലാതെ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് കിട്ടുകയും അക്കോമഡേഷൻ വളരെ ഏറ്റവും നല്ല വളരെ ആയാസമായ ഒരു സ്ഥലത്ത് തന്നെ മകൾക്ക് കിട്ടാനുള്ള ചാൻസ് പരിശുദ്ധ അമ്മ ഏർപ്പാട് ചെയ്തു കൊടുത്തു എന്നുകൂടി മകൾ സാക്ഷ്യപ്പെടുത്തുന്നു. കാരണം നമ്മളെല്ലാവരും ചോസൻ, ഉടമ്പടിയാൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഒരു മലയാളി വിദേശത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് വെറും ജോലിക്കോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി മാത്രമല്ല, ഈശോയെ പ്രഖ്യാപിക്കുവാനുള്ള ഒരു മിഷണറി ആയിട്ടാണ് നാം ഓരോരുത്തരും ഈ മലയാളിയെ ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ളതെന്ന് നമുക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ പരിശുദ്ധ അമ്മ തന്നെ കൈവെപ്പിച്ച് നൽകിയ സാക്ഷ്യമാണെന്ന് ഈ മകൾക്ക് ഡിസ്പാച്ച്ഡ് വിസ ലഭിച്ചപ്പോഴാണ് മനസ്സിലായത്. 17 എന്ന ആ ഡേറ്റിൽ കൊടുത്തപ്പോൾ 7 അമ്മയുടെ കൈവെപ്പുള്ള നമ്പറാണ്. 7-ാം തീയതി, ഡിസംബർ 7-ാം തീയതി അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് പറഞ്ഞത് ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്നാണ്. നമ്മുടെ ജീവിത ദുരന്തങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉടൻ പരിഹാരം നൽകുകയും ചെയ്യുന്നതിന് നമുക്ക് എപ്പോഴും ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം. ജർമ്മൻ ഭാഷയും അതുപോലെ മറ്റ് ഭാഷകളും പഠിക്കുവാനും
പുറത്തു പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും തടസ്സങ്ങളെയെല്ലാം പ്രതിസന്ധികളെയെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.